ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് LSSൻ്റെ മലയാളത്തിൻ്റെ കുറച്ച് സ്റ്റഡി മെറ്റീരിയലുമായിട്ടാണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 100% വിജയം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാർട്ടാണിത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിറകുള്ള ബസ് എന്ന ഭാഗത്തുള്ള കാര്യങ്ങളാണ്. ഇതിൽ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ചോദിക്കാം ആ ഒരു വിധത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ടുള്ളൊരു ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ വരാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഇത് നമ്മുടെ ചിറകുള്ള ബസ് എന്ന കവിത എഴുതിയ വിഷ്ണുപ്രസാദാണ്. ഓക്കെ, അപ്പോൾ ഇനി വിഷ്ണുപ്രസാദിൻ്റെ വേറെ കൃതികൾ ഏതൊക്കെ? വിഷ്ണുപ്രസാദിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നട്ടുച്ചകളുടെ പാട്ട്, മീൻ പൊരിക്കുന്ന മണം, പൂക്കളുടെ ഭാഷ, കുളം, പ്രാന്തത്തി. ഇനി നമുക്ക് പിരിച്ചെഴുതാനുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് പിരിച്ചെഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഞാനിതിൻ്റെ ഉത്തരം ഓരോന്നും പറയുന്നതായിരിക്കും. ഓക്കെ, ചിറകുള്ള ബസ്സല്ല, വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ, അതിനിപ്പോൾ ചിറകുകളാണെന്ന്. ഇത്രയും പദങ്ങളാണ് പിരിച്ചെഴുതേണ്ടത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഒന്നാമത്തത് ചിറകുള്ള എന്നുള്ളത് ചിറക് പ്ലസ് ഉള്ള എന്നായി, ലക്ക് പ്ലസ് ഉ, ആ ഒരു മാറ്റം വന്നു. രണ്ടാമത്തത് ബസ്സല്ല, ബസ് പ്ലസ് അല്ല, ബസ് എന്നുള്ളതിന് ഒരു സ മാത്രമേ ഉള്ളൂ, പിന്നെ ആ വന്നു. ഓക്കെ, വീശിക്കൊണ്ടിരിക്കുന്ന, വീശി പ്ലസ് കൊണ്ടിരിക്കുന്ന. ഇവിടെ എന്ത് വ്യത്യാസമാണ് വന്നത്? വീശിക്കോ ഇക്ക ഉള്ളത് വെറും കായായി മാറി അല്ലേ. പിന്നെ തളിർ കയ്യുകൾ, അതും സെയിം തന്നെ, തളിർ കൈ ഇക്ക ഉണ്ട്, ഇപ്പുറം വന്നപ്പോൾ വെറും കാ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനിപ്പോൾ, അതെങ്ങനെയാണ് മാറ്റം വന്നത്? അതിന് പ്ലസ് ഇപ്പോൾ അല്ലേ, അപ്പോൾ അതിന് പ്ലസ് ഇപ്പോൾ എന്നായി, അതിനിപ്പോൾ എന്നുള്ളത്. പിന്നെ ചിറകുകളാണെന്ന്, അതെങ്ങനെയാണ് മാറ്റം വന്നത്? ചിറകുകൾ പ്ലസ് ആണെന്ന്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി എഴുതുക. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടി നോക്കാം. ബസ്സിന് ചിറക് മുളയ്ക്കുന്നുണ്ടല്ലോ, കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലേ, ബസ്സിന് ശരിക്കുമുള്ള ചിറകല്ലാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വിശദമായിട്ട് ഒരു കുറിപ്പ് പോലെ എഴുതണം. കവി ഇവിടെ ഉദ്ദേശിക്കുന്നതും ആ പിക്ചർ ബേസ് ചെയ്തിട്ടൊക്കെ ആയിട്ട് നമ്മളൊരു കുറിപ്പ് എഴുതണം ഇതിൻ്റെ ആൻസറായിട്ട്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ബസ്സിന് ചിറക് മുളക്കുന്നുണ്ടല്ലോ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അതിൽ യാത്ര ചെയ്യുന്നവരുടെ ആനന്ദത്തെയാണ്. അവർ ആ യാത്രയിൽ പക്ഷികളെ പോലെ പറന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നു. യാത്രക്കാർ കൈകൾ ബസ്സിന് പുറത്തിട്ടു ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ഒരു സ്വപ്ന ലോകത്താണ് സഞ്ചരിക്കുന്നത്. ഇവിടെ കവി അവർ കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. കൂടാതെ ഇവിടെ ബസ്സിൻ്റെ വേഗതയെയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പറക്കുമ്പോൾ വേഗത കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് കവി ഈ കവിതയിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്തത് മുന്നറിയിപ്പ് എന്ന പാഠഭാഗത്തെ മാക്സിമം പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഉള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, മുന്നറിയിപ്പ് എന്ന കവിത എഴുതിയതാര്? ഉത്തരം അക്കിത്തം. അടുത്തത്, ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവിയെ തിരിച്ചറിയുക എന്ന് ചിലപ്പം ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതാരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രധാന കൃതികളിൽ ചിലത് ഇവയാണ്: ഭാഗവതം, നിമിഷക്ഷേത്രം, വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, മനസാക്ഷിയുടെ പൂക്കൾ, പഞ്ചവർണ്ണക്കിളി, അരങ്ങേറ്റം, ഒരു കുലമുന്തിരിങ്ങ, മധുവിധു, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അമൃതഗാഥിക, സമത്വത്തിൻ്റെ ആകാശം, കരതലാമലകം, ആലനാട്ടമ്മ, പ്രതികാരദേവത, മധുവിധുവിനു ശേഷം, സ്പർശമണികൾ, 5 നാടോടിപ്പാട്ടുകൾ, മാനസപൂജ എന്നിവയാണ്. അദ്ദേഹം എഴുതിയ ഉപന്യാസങ്ങളിൽ ഉപനയനവും സമാവർത്തനവും ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ ചില പദങ്ങൾ പിരിച്ചെഴുതിയാൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. പോയിട്ട് ഞാൻ വാരിക്കുഴി കാണണമെന്ന്. ആദ്യം നിങ്ങളൊന്ന് എഴുതി നോക്കുക. അതിനുശേഷം ഞാനിവിടെ ഉത്തരം കാണിക്കുന്നുണ്ട്. പോയിട്ട് ഈ ഞാൻ അല്ലെ, പോയിട്ട് പ്ലസ് ഈ പ്ലസ് ഞാൻ, വാരി പ്ലസ് കുഴി വാരിക്കുഴി, കാണണം പ്ലസ് എന്ന് അല്ലെ. ഇവിടെ എങ്ങനെയാണ് വ്യത്യാസം വന്നത്? പോയിട്ട് ട് ഈ അങ്ങനെ വന്നു അല്ലെ, ടി എന്നുള്ളത് ടി ഈ എന്നായി.
പിന്നെ അതേപോലെ തന്നെ വാരിക്കുഴി ഇക്ക ഉണ്ട്, അതിപ്പോൾ വന്നപ്പോൾ ഇക്ക ഇല്ല. പിന്നെ കാണണമെന്ന് കാണണം പ്ലസ് എ ആയി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പര്യായ പദങ്ങൾ നോക്കാം. നമ്മൾ ഈ പാഠഭാഗത്തൊക്കെയുള്ള പര്യായ പദങ്ങൾ നോക്കാം. യാത്ര, യാത്രയുടെ പര്യായ പദം യാനം, ആയനം, ജാത്ര. അതേപോലെ തന്നെ ചിറകിൻ്റെത് ഗരുത്ത്, ഛതം, പക്ഷം, പത്രം. ഇനി അടുത്തത് നോക്കിയാലോ. കാഴ്ചയുടെ പര്യായ പദങ്ങൾ നോക്കാം. ദർശനം, ദൃഷ്ടി, ഈക്ഷണം. ഓക്കെ, കടലിൻ്റേത് കടൽ, സമുദ്രം, ആഴി, അമ്പുതി. ഇനി അടുത്തത് തിരമാല, അല, തരംഗം, ഓളം. കപ്പൽ, നൗക, തോണി, വഞ്ചി, വള്ളം. കാട്, കാനനം, അരണ്യം, അടവി. മരം, വൃക്ഷം, തരു, സസ്യം. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്ന മാക്സിമം പര്യായ പദങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അക്കിത്തം 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമാരനല്ലൂരിൽ ജനനം. അക്കിത്തം എന്നത് വീട്ടുപേരാണ്. അതുതന്നെയാണ് തൂലികാനാമവും. മുഴുവൻ പേര് അക്കിത്തത്ത് അച്യുതൻ നമ്പൂതിരി. പത്രപ്രവർത്തകനായിരുന്നു. പിന്നീട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ ദീർഘകാലം ജോലി ചെയ്തു. കവിത, ചെറുകഥ, നാടകം, വിവർത്തനം, ലേഖനം എന്നിങ്ങനെയായി 40-ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ബലിദർശനം, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, ഒരു കുലമുന്തിരിങ്ങ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ ബഹുമതി തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2020 ഒക്ടോബർ 15 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളുടെയൊക്കെ പേര് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അതുകൂടാണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ്, നിങ്ങൾ തീർച്ചയായും ഹൈപ്പും ചെയ്യണം. പിന്നെ ഇത് മുഴുവൻ പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് 100% വിജയമാണ്. ഇതിൻ്റെ 2ാം പാർട്ട് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്